അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മില്ലറ്റ് കിച്ചടിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് നമുക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ മില്ലറ്റ് റെസിപ്പി അതൊക്കെ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ ഇടുന്നത് തന്നെയാണ്. സോ ആദ്യം നമുക്ക് ആ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ശകലം കടുക് ഇട്ട് കൊടുക്കാം. നമ്മളത് ബീൻസ്, ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി, ക്യാരറ്റ് ഇതൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് കുക്കറിൽ നമുക്ക് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് കുറച്ച് ചെറുതായിട്ട് അരച്ചിട്ട് അതിട്ട് കൊടുക്കാം. അരച്ചതല്ല, അരച്ചതാണ്. എന്നിട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. എല്ലാം കുറച്ച് എണ്ണയാണ്, അത്ര നിറയൊന്നും ഇടുന്നില്ല. എന്നിട്ട് അത് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ക്യാരറ്റ്, ബീൻസ് അതിട്ട് കൊടുക്കാം. എന്നിട്ട് ക്യാപ്സിക്കമും ഇട്ട് കൊടുക്കാം. ഈ കിച്ചടിയിൽ ക്യാപ്സിക്കം ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് നമ്മളെ കോളിഫ്ലവർ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് മല്ലിയില, പുതിനയില അതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പുതിനയിലയാണ്. അതിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഈ കോളിഫ്ലവർ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ എടുത്തതാണ്. അടുത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളെ മില്ലറ്റ് വെള്ളത്തിൽ ഊറാൻ വെച്ചതാണ്. ഞാൻ പറയാൻ വന്നത് മറ്റേ കോളിഫ്ലവർ നമ്മൾ ചൂടുവെള്ളത്തിൽ കോളിഫ്ലവറും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് തിളപ്പിച്ചത്, അതാണ് ഇത് യെല്ലോ കളറിലിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കില്ല എന്താ കോളിഫ്ലവറിൻ്റെ യെല്ലോ കളറിരിക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ അളന്നാണ് ഒഴിക്കുന്നത്, അങ്ങനെ മുഴുവൻ ഒഴിക്കരുത്, അളന്ന് ഒഴിക്കാം. എൻ്റെ ചുമ ഇതുവരെ തീർന്നില്ല ഗൈസ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ വീഡിയോയിൽ 2-3 റെസിപ്പീസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇന്നെടുത്ത് തന്നെയാണ്, 2-3 ദിവസത്തൊന്നും ആഡ് ചെയ്തതല്ല, ഇന്ന് ഒറ്റ ദിവസത്തിൽ എടുത്തത് തന്നെയാണ് എല്ലാം. ഇത് ആക്ച്വലി നമ്മൾ ലഞ്ചിന് വേണ്ടി എടുത്തതാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം കുറച്ച് നേരം. നമുക്കിതൊരു 2 വിസിൽ വേണം. കറക്റ്റായിട്ട് അടച്ചു വയ്ക്കാൻ നോക്കുക. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ബീട്രൂട്ട് തോരനാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം, അതിലേക്കല്ല, ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക്
നമ്മളെ ബീട്രൂട്ട് അതിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെളുത്തുള്ളി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ മിക്സിയിൽ കുറച്ച് ജീരകം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തേങ്ങയും ശകലം മഞ്ഞൾപ്പൊടിയും മിക്സിയിലിട്ട് എടുക്കാം. എന്നിട്ട് ആ ഒരു ഇത് നമുക്ക് നമ്മൾ ബീട്രൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ മിക്സി ജാറിൻ്റെ അവിടെ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടിരിക്കില്ലേ, അവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് തുറന്ന് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കാരണം നമ്മൾ ആ ഒരു അരപ്പിട്ട ശേഷം പിന്നെ നമ്മൾ ഇളക്കി കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്കൊരു കിണ്ണത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ബീട്രൂട്ടിൻ്റെ കളർ ഭയങ്കരമാണ് കേട്ടോ. ആ ഒരു ചട്ടിയിൽ തന്നെ നല്ല കളർ വന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ്. ആദ്യം നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇത് ആക്ച്വലി ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇതിൽ മുഖമൊന്നും അങ്ങനെ കാണിക്കില്ല. നമ്മൾ ഡെയിലി എന്തൊക്കെ ചെയ്തോ അതാണ് നമ്മൾ കാണിക്കുന്നത്. കടുവിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും ഒന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിൽ രണ്ടും ഇടുന്നു. എന്നിട്ട് അതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ഇങ്ങനെ ചെറുതായി ഇങ്ങനെ അരിഞ്ഞിട്ടുള്ളത് അതിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയുടെ നമ്മൾ വടക്കപ്പുറത്ത് ഒരു മരം ഇങ്ങനെ കരിവേപ്പില നിൽക്കുന്നുണ്ട്. സോ നമുക്ക് ഫ്രഷ് ആയിട്ട് പോയി അവിടെ നിന്ന് എടുത്ത് നമുക്ക് ആഹാരത്തിലേക്ക് ഇടാം. അതായത് ഞാൻ സ്കൂളിൽ പോയിട്ട് വന്ന് കാണിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിട്ട് കൊടുക്കാം. ഇതൊക്കെ മുട്ടക്കറിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ്. കാരണം എനിക്കിത് ഹാഫ് ഡേ ആയിരുന്നു. 31 അല്ലേ, അപ്പോൾ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. ഹാഫ് ഡേ ആയിരുന്നു. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഹാഫ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാനൊരു എത്ര മണിക്കാണ് 12:30 ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് കുറച്ച് അതിൻ്റെ പേര് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച്. എന്നിട്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിത് 1 ടേബിൾ സ്പൂൺ പറയുന്നില്ല, കാരണം നിങ്ങളൊരു കണക്കിനനുസരിച്ച് നിങ്ങൾക്കിടാം. എരിവ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾ ഇടാണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എടുക്കും അത്ര തന്നെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡ് നമ്മൾ മില്ലറ്റ് കിച്ചടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അടച്ച് സൈഡിലേക്ക് വെച്ചതാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം ചൂടുവെള്ളത്തിൽ നമ്മൾ ഒഴിക്കുകയാണ്. എല്ലാം ചൂടുവെള്ളമാണ്, ആരെയുള്ളതൊന്നുമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ തന്നെ നമ്മളെ ആ ഒരു തക്കാളി ഇതൊക്കെ കുഴഞ്ഞ് വെന്ത് ഒരു പരിവായി ഗൈസ്.
കണ്ടോ ഇപ്പോൾ തന്നെ അതൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കട്ടിയിലൊന്നും ഇരിക്കില്ല തിന്നുമ്പോൾ. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അമ്മ ഇങ്ങനെ തവി ഇട്ടിട്ട് ചതച്ചെടുക്കുന്നുണ്ട് ഗൈസ്. ഇനി പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഗ്രേവി ആയിട്ടാണ് ഇതിനെ നമുക്ക് എടുക്കുന്നത്. നമ്മൾ ചോറിലൂടെയാണ് ഞാൻ കഴിച്ചത്. ഞാൻ ചപ്പാത്തിയിലൂടെ അങ്ങനെ ഒന്നും കഴിക്കാറില്ല. ചോറിലൂടെ ഞാൻ മാക്സിമം കഴിക്കാം. കാരണം ഈ ചോറിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആണ്. സോ അതുകൊണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് മട്ടൻ മസാല ഇട്ട് കൊടുക്കാം ഗൈസ്. മട്ടൻ കറി വയ്ക്കുന്ന പോലെ മണം വരാൻ വേണ്ടി. മണമല്ല, ടേസ്റ്റും വരും നമ്മൾ അത് ആഡ് ആകുമ്പോൾ. ഇപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് ഗൈസ്. ഇതിപ്പോട്ട് രാത്രിത്തേക്ക്, പക്ഷേ വീഡിയോ ഉള്ള വയസ്സോട് കൊടുക്കുമ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ അടപ്പ് ഇങ്ങനെ മാറ്റാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് മല്ലിയില കുറച്ചിങ്ങനെ എടുത്ത് ഇട്ട് കൊടുക്കാം. അതിന് നമ്മൾ വേവിച്ച് വെച്ച മുട്ട തോലെടുത്തതിന് ശേഷം ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക ഗൈസ്. അപ്പുറത്തെ സൈഡുണ്ടോ നമ്മളെ മില്ലറ്റ് കിച്ചടി റെഡി ആയിട്ടിട്ടുണ്ടോ, ഫൈനലാണത്. ഇത് എത്ര പേര് കഴിക്കും നല്ലതാണ്. നമ്മൾ രാത്രിത്തെയും കൂടെ വേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലുള്ള എല്ലാ റെസിപ്പീസ് റെഡി ആയിട്ടുണ്ട്. മുട്ട കറി, മില്ലറ്റ് കിച്ചടി, ബീട്രൂട്ട്, അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്തായാലും കുറച്ച് മഞ്ഞൾപ്പൊടി എന്താ പറയണത്, പെപ്പർ, കുരുമുളക് പൊടി അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഫൈനൽ നമുക്ക് ബാക്കി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ എൻ്റെ ആവാൻ പോകുന്ന നമ്മൾ മുട്ടക്കറി റെഡിയായി, കിച്ചടി റെഡിയായി, ആൻഡ് നമ്മൾ ബീട്രൂട്ട് തോരനും റെഡിയായി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.